20 സൈസ് പായസം, 50 കൂട്ടം തൊടുകറി. പ്രതിനെ അമ്പലത്തിനകത്താണ് ദേ നമ്മുടെ തട്ടുകട. ഇവിടെ എല്ലാ സാധനങ്ങളും തട്ടുകടയായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഉണ്ട്. ദേ ഇല നിറഞ്ഞു. കൂടാതെ ഇനിയും കറികൾ വരാനുണ്ട്. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ അടൂര് പെരിങ്ങനാട് ക്ഷേത്രത്തിലാണ് ഇവിടെ വന്നേന്ന് പറഞ്ഞ 20 സൈസ് പായസം, 50 കൂട്ടം തൊടുകറി, അങ്ങനെ ഒരു വെറൈറ്റി സദ്യ കഴിക്കാം. വെറൈറ്റി അടിപൊളി സദ്യയാണ്. ദേ ഈ സംഭവം ചെയ്യുന്ന ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മാമ നമസ്കാരം. ധനേശ് എന്നാണ് പേര്. എന്താ ഇങ്ങനെയുള്ള ഒരു പരിപാടി? ഇതൊന്നൊരു വിശേഷ കല്യാണം, സാധാ കല്യാണമേ ഉള്ളൂ. വിശേഷമായിട്ട് നമ്മൾ 20ഓളം പായസം ഉണ്ട്. മുളയരി പായസം, ചക്കപ്പായസം, മാങ്ങാ പായസം, അങ്ങനെ തുടങ്ങി അങ്ങോട്ട് 20ഓളം പായസം. ചേന പായസം വരെ, മത്തനെ ചേന വരെയുണ്ട്. അത് കഴിഞ്ഞിട്ട് 50ഓളം കറി ഞങ്ങൾ ഇല വിളമ്പുന്നുണ്ട്. തൊടുകറി 50ഓളം കറി ഇല വിളമ്പുന്നുണ്ട്. അതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്, പഴയ കാലത്ത് നമ്മൾ അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ ആ അതേ രീതിയിൽ തന്നെ അട ഉണ്ടാക്കിയാണ്. പുരാതന കാലങ്ങളിൽ എങ്ങനെ അട ഉണ്ടാക്കി അതുപോലെ നമ്മൾ നാച്ചുറലായിട്ട് അട ഉണ്ടാക്കി തന്നെയാണ് നമ്മൾ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സാധനവും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മാമ ദേ പായസങ്ങളെല്ലാം ഇങ്ങനെ പേരെഴുതി വെച്ചേക്ക്. എന്തൊക്കെയത്? ഇത് പാൽപ്പായസം, ഇത് പൊട്ടുകടല, ഇത് മുളയരി, ഇത് ചക്ക, ഇത് ചേന, പൈനാപ്പിള്, ശർക്കര പായസം, ഇത് മത്തൻ പായസമാണ്. മത്തന്റെ പായസം, മത്തൻ പായസമാണ്. ഇത് ചെറുപയർ പായസമാണ്. ഇത് നേന്ത്രപ്പഴം. ഇതാണ് കേരളത്തിന്റെ തനതായ അടപ്രഥമൻ. അട ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാണ്. തനതായ രീതിയിൽ ഞങ്ങളുടെ അരി അരച്ച് അതിന്റെ കൂട്ടുകൂട്ടി അട ഉണ്ടാക്കി പുഴുങ്ങിയെടുത്ത് നമ്മുടെ പണ്ട് ഉണ്ടാക്കിയിരിക്കില്ലേ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയാണ്. ഇതാണ് യഥാർത്ഥ അടപ്രഥമൻ പായസമാണ്. ഇത് കണ്ടോ? പ്രതിനെ അമ്പലത്തിനകത്താണ് ദേ നമ്മുടെ തട്ടുകട. ഇവിടെ എല്ലാ സാധനങ്ങളും തട്ടുകടയായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഉണ്ട്. ഇതിപ്പോ ഇവിടെ ചായ എല്ലാ സാധനവും ഉണ്ടല്ലോ. ഞങ്ങളുടെ കല്യാണത്തിനനുബന്ധിച്ചുള്ള തട്ടുകടയാണ്. ഇതിനു വേണ്ടി മാത്രമായിട്ട് ഊണ് കഴിക്കുന്നതിന് മുമ്പ് വരുന്നവർക്ക് ചായയും കടിയും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. തമ്പാൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ മകളുടെ കല്യാണമാണ്. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു സദ്യ ആയാലും എല്ലാ കാര്യങ്ങളും വെറൈറ്റി ആയില്ലയോ? അദ്ദേഹത്തിന്റെ 1-2 പ്രോഗ്രാമൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതോടൊപ്പം നമ്മൾ പോയി കഴിക്കുകയൊക്കെ ചെയ്തു. അതിനകത്ത് എനിക്ക് വളരെ താല്പര്യം തോന്നി. താല്പര്യം തോന്നില്ല. പള്ളിക്കൽ 1-2 വർക്ക് നടത്തി. വളരെ ഗംഭീരമായ പരിപാടിയായിരുന്നു. സാധാരണ ചിലരെന്ന് പറഞ്ഞാൽ 100 ഇല എന്ന് പറഞ്ഞാൽ 99 കഴിഞ്ഞ് 100ാമത്തെ ഇല മടക്കിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് പുള്ളി യഥേഷ്ടം വിളമ്പി എല്ലാവർക്കും തൃപ്തിപ്പെടുത്തിയ അവസാനം പോരായ്മ വന്നാൽ പരിഹരിച്ചു പോകുന്ന ഒരാളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഈ ഒരു വലിയ പരിപാടി ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പഞ്ചാമൃതം, നമ്മുടെ വീരുപാശി പഴം കൊണ്ട് ചെയ്ത പഞ്ചാമൃതം ഈ ഇലയിൽ വിളമ്പുന്നുണ്ട്. പലരും ഇപ്പൊ കല്യാണത്തിന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ ആ രുചി കൂട്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രതിനെ ദേ ഇല നിറഞ്ഞു. കൂടാതെ ഇനിയും കറികൾ വരാനുണ്ട്. എത്ര കറിയുണ്ടെന്ന് നോക്കിയേ. ഇനി വരാനുള്ളത് ഞാൻ പറഞ്ഞില്ലയോ, ഇതിൽ ചോറ് തൊട്ട് ബാക്കിയുള്ള കറികൾ കൂടാതെ ഇനി 20 കൂട്ടം പായസം വരാനുള്ളത്. കറിയെല്ലാം ദേ വന്നു കഴിഞ്ഞ് ഇനി വരാനുള്ള ചോറും അതിന്റെ കൂട്ടത്തിലുള്ള കറികളും കൂടാതെ 20 കൂട്ടം പായസം ഇനി വരാനുണ്ട്. ദേ നമ്മളെല്ലാം കഴിഞ്ഞു. ഇപ്പം പച്ചമോര് വരെയായി. ഇന്ന് വരെ ഇതേപോലെ അടിപൊളിയായിട്ട് ഊണുണ്ടിട്ടില്ല, വെടിച്ചില്ലായിരുന്നു. പേരെന്തുവായിരുന്നു? ഗിരീഷനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി സദ്യയായിരുന്നു. നല്ലതെന്ന് പറഞ്ഞാൽ 10-20 കൂട്ടം പായസങ്ങൾ, എല്ലാത്തിനും ഓരോ വെറൈറ്റിയാണ്. എല്ലാം വെറൈറ്റി, ചുമ്മാ എണ്ണം കൂട്ടാൻ വേണ്ടി അതൊരു നമ്മൾ ചുമ്മാ പറഞ്ഞില്ല, കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. ആ പായസമായാലും ഏതായാലും മുളകരി പായസമായാലും മാമ്പഴ പായസമായാലും എല്ലാം നല്ല അടിപൊളി വെറൈറ്റി സംഭവമാണ്. ഇതുവരെ സദ്യ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വെറൈറ്റി പായസങ്ങളും ഇത്രയും കറികളും 50 കൂട്ടം കറികളും ഒക്കെ എടുത്ത് സദ്യ പങ്കെടുക്കുന്നതാണ്. ഇതുപോലൊരു സദ്യ എന്ന് വെച്ചാൽ 50 കൂട്ടൻ കറിയും 20 പായസമൊക്കെ ആയിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും തോന്നുന്നില്ല. ഇത് ഞങ്ങൾ ചെയ്യുന്നത് എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുക്കന്മാർക്കും കേരളത്തിലുള്ള എന്റെ സുഹൃത്തുക്കളായ മറ്റെല്ലാ പാചകക്കാർക്കും വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയത് ഞാൻ സമർപ്പിക്കുന്നു. ഊണ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സദ്യയല്ലോ. ജീവിതത്തിൽ ഇതുപോലൊരു സദ്യ കഴിച്ചു. ഈ പായസം ഇത്ര ഉണ്ടെങ്കിലും ഓരോന്നിന്റെ രുചി നമുക്ക് കിട്ടി. പ്രത്യേകം ചക്കപ്പായസം, ഈന്തപ്പഴം എല്ലാം ഇപ്പം ശരിക്കും ഒരു പിന്നെ എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ളൊരു പായസവും തൊടുകറികളായാലും എല്ലാം അതിന്റേതായ രുചിയുണ്ട്. ഒരു രക്ഷയില്ല. നാവിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പഴയ രുചികൾ. അതുപോലെ സദ്യയൊക്കെ വേണമെങ്കിൽ ധനേഷ് മാമനെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്പർ ഇതിനകത്തുണ്ട്. അത് അദ്ദേഹത്തിന്റെ എന്ത് പരിപാടിയില്ലേ പറഞ്ഞേ, നമ്മൾ എന്ത് പരിപാടി ചെയ്താലും വൻ വിജയമാണ്. അപ്പൊ ഈ വീട്ടുകാരുടെയൊക്കെ അഭിപ്രായം കേട്ടാൽ ഞെട്ടിപ്പോത്തേ ഉള്ളൂ.